വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ട്രാവലിംഗ് വീഡിയോ എന്ന് പറയുമ്പം ബാക്കി ഞാൻ വഴിയെ കാണിക്കാം നിങ്ങളെല്ലാവരെയും. ഇപ്പം നിൽക്കുന്നത് ഞാൻ ദമാമിലാണ്. ദമാമിൽ നിന്ന് തായ്ഫ് വരെ അറൗണ്ട് ഒരു 1300 കിലോമീറ്റേഴ്സ്, ഒരു 13-14 അവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിയിലും പോകുന്ന ഓരോരോ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം രാവിലെ പോകാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ രാവിലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ ഒരു 47 ഡിഗ്രി ചൂട് ടെമ്പറേച്ചർ ഉണ്ട് അത്രയ്ക്ക്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 മണി 3:30 ആ സമയത്ത് വൈകിട്ട് ഇറങ്ങി നൈറ്റ് ഫുൾ ഡ്രൈവ് അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നത്. ഒരുപാട് ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പം കോമൺ അവധിയല്ലേ, ഒരു 4 to 5 ഡേയ്സ് അവധിയാണ്. അപ്പം എല്ലാവരും ഓരോരോ കാര്യമായിട്ട് ഇങ്ങനെ ട്രിപ്പ് അടിച്ച് പോകുന്നുണ്ട്. പിന്നെ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൾഫ് കൺട്രീസിൽ ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു കംഫർട്ടാണ് എപ്പോഴും. കാരണം ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതികളല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓടിച്ചാൽ കിട്ടുന്നൊരു സുഖം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതിൻ്റെ സുഖമൊന്നും നമുക്കിവിടെ കിട്ടത്തില്ല, അത്രയും കിട്ടത്തില്ല. എന്നാലും ഇപ്പോൾ ഓരോ സ്ഥലത്തും നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഓരോ രസമല്ലേ. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറി. ഇനിയിപ്പം ഇവിടുത്തെ മാക്സിമം നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പെട്രോൾ പമ്പ് കുറവെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 1 hour 2 hour ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പമ്പ് കാണത്തുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കിന് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് വണ്ടി എടുത്തോണ്ട് ഇറങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പണിയാവും. അങ്ങനെ ഞാൻ പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് റിയാദ് ഹൈവേ കൂടി പോവുകയാണ് ഗൈസ്. 2 സൈഡ് ഫുള്ള് ഡെസേർട്ടാണ് കേട്ടോ. ഞാനാണെങ്കിൽ സെൻട്രൽ ട്രാക്ക് പിടിച്ച് ഇങ്ങനെ നൈസിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ഒരുപാട് വണ്ടികൾ അപ്പുറത്തെ സൈഡിലേക്കും വരുന്നുണ്ട്. കാരണം നമ്മുടെ എൻ്റെ റൈറ്റ് സൈഡിലെ ട്രാക്ക് എന്ന് പറയുമ്പം അത് കൂടുതലും ട്രെയിലേഴ്സ് അങ്ങനെയുള്ള വലിയ ഹെവി വണ്ടികൾ പോകാനുള്ളൊരു വഴിയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ലെഫ്റ്റിൽ നോർമൽ സ്പീഡ് ട്രാക്ക് എന്ന് പറയും. അപ്പം ഈ വഴി കൂടെ ഞാൻ മിഡിൽ ട്രാക്കാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെ മിഡിൽ ട്രാക്കിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ദൂരെ നിന്ന് ഈ ഒരു വണ്ടി ശ്രദ്ധിച്ചായിരുന്നു. കാരണം ഇതൊരു പിക്കപ്പാണ് കേട്ടോ. ഈ പിക്കപ്പിൻ്റെ ബാക്കിൽ ഒരു വുഡിൻ്റെ എന്തോ ഒരു സാധനം കൊണ്ട് പോവുക. കാരണം ഇത് പോകുന്നത് 120-ലാണെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ നമ്മൾ ഹൈവേയിൽ കാണും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിൽ പോയി പണി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതിനെ ബാക്കിലാക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ കയറി പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടുതൽ ലോങ്ങൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് പോയാൽ നല്ലതാണ്. കാരണം ഇത് കാറ്റ് എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ട് നമ്മുടെ ബാക്കിൽ വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ വന്ന് അടിക്കാനുള്ള ചാൻസൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ സൈഡ് എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്തങ്ങ് പോയാൽ മതി. പിന്നെ ഇത് പോർട്ടബിൾ കണ്ടെയ്നർ ആട്ടോ. ഇത് കൂടുതലും സൈറ്റ് ഈ സിവിൽ സൈറ്റൊക്കെ ഉണ്ടല്ലോ, സിവിൽ സൈറ്റിൽ ഇപ്പോൾ ഈ ടെമ്പററി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള പോർട്ടബിൾ കണ്ടെയ്നറിനകത്താണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകുന്നതാണത്. അങ്ങനെ കാര്യം നമ്മൾ പകുതി കഴിഞ്ഞ് ഒരു രക്ഷയില്ലാതെ കാറ്റാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ദൂരം വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ദമാമിൽ നിന്ന് ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഇപ്പോൾ കവർ ചെയ്ത്. പക്ഷേ ഈ കവർ ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും നല്ല ഒരു രക്ഷയില്ലാത്ത കാറ്റ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കാരണം ഒന്നാമത് ഓപ്പൺ ഏരിയ ആണ്, ഫുൾ ഓപ്പൺ പ്രദേശമായതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റടിക്കുന്നത്. ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ 1-2 ആക്സിഡന്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ. കാരണം വണ്ടി കാറ്റടിച്ചിട്ട്, കാരണം നമ്മളിപ്പോൾ പോകുന്നത് 120-140-ലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് അടിക്കുമ്പോഴത്തേക്കിന് നന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പാളിപ്പോവും. അത് ശ്രദ്ധിച്ച് വേണം ഓരോരുത്തർ ഈ ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്കിന് ശ്രദ്ധിക്കണം നന്നായിട്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് ഇനി ഒരു 1.5 മണിക്കൂറും കൊണ്ട് ഇനി റിയാദ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇനിയിപ്പോൾ അവിടെ റിയാദിൽ ചെന്നിട്ട് വേണം എനിക്ക് ഇനി അവിടുന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള ഡ്രൈവ് അങ്ങോട്ട് കാണത്തുള്ളൂ. അങ്ങനെ ഗൈസ് നമ്മളിപ്പം റിയാദ് അടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു 80 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ റിയാദ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു 3 hours ഇപ്പം ഡ്രൈവിങ് കഴിഞ്ഞു. പിന്നെ റിയാദിലോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് നല്ല റഷായിരിക്കും റോഡ് മൊത്തം. കാരണം ഈ സമയമാണ്
ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞു. 7:15 അങ്ങനെ ഗൈസ്, ഇനി എന്തായാലും നോക്കട്ടെ. റിയാദിൽ ചെന്നിട്ട് ഞാൻ റിയാദിൻ്റെ വീഡിയോസ് എല്ലാം നമുക്ക് എൻ്റെ വീഡിയോകൾ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഗൈസ്, നമ്മൾ റിയാദ് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് റിയാദിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. അതാണ് ആ ദൂരെ കാണുന്ന ലൈറ്റുകളാണ് റിയാദ്. ഇനി ഇവിടുന്ന് എങ്ങനെ പോയാലും ഒരു 60 കിലോമീറ്ററോളം 55 കിലോമീറ്റർ ഉണ്ട് ഇനി റിയാദ് സിറ്റിക്കകത്തോട്ട്. കാരണം നല്ലൊരു വലിയ പ്ലേസാണത്. അപ്പം അങ്ങ് കാണുന്ന ലൈറ്റുകളെല്ലാം റിയാദിൻ്റെ ഒരു സൈഡാണ്. അപ്പം ഇപ്പോൾ എന്തായാലും എൻ്ററായി. അപ്പുറത്തെ സൈഡിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം ഈ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തേക്കുക കാണുന്ന ലൈനിലുള്ള. അപ്പം ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്രൗഡാണ് ഈ പോകുന്ന വഴി കാര്യങ്ങളെല്ലാം. അങ്ങനെ ഞാനിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ചെന്നിട്ട് ഞാൻ ഇന്ന് തായിഫിന് പോകാനുള്ള പ്ലാൻ ഞാൻ മാറ്റി. കാരണം നാളെ രാവിലത്തേക്കിന് പോകാനുള്ള പ്ലാനാണ് നോക്കുന്നത്. കാരണം അല്ലെങ്കിൽ 8 മണിക്കൂർ ഇനി ഞാൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് നൈറ്റ് പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ പിന്നെ റിയാദിൽ മാരിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഗൈസ്, ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. ഇത് അത്യാവശ്യം ലക്ഷറി റെസ്റ്റോറൻ്റാണ് റിയാദിൽ വെച്ചിട്ട്. അപ്പം ഇതെന്ന് പറയുമ്പം ഇതിനകത്ത് ഒരു ബാറൊക്കെ ഉണ്ട്. ബാർ മീൻസ് നമ്മുടെ ആൽക്കഹോൾ ബാറല്ല, നോൺ ആൽക്കഹോളിക് ബാറാണിത്. അപ്പം ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അത്യാവശ്യം അടിപൊളി ക്വാളിറ്റിയുള്ള ഫുഡാണ്. അങ്ങനെ ഇത് വന്നിട്ട് നമ്മുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാൻ്റെ റെസ്റ്റോറൻ്റാണിത്. ഇവിടെ റിയാദിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഷാറുഖ് ഖാൻ്റെ അംഗീകാരത്തിലുള്ള. അങ്ങനെ നല്ല രസമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആണ് നല്ല അടിപൊളി ഗ്രാഫിക്സ്, അങ്ങനെയെല്ലാം നല്ല രസമുണ്ട് ഇതിനകത്ത് കാണാനൊക്കെ. പിന്നെ ഞാനാണെങ്കിൽ അകത്തൊക്കെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്തത് വേറൊരു പ്ലേസിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. റിയാദിൽ തന്നെ വേറൊരു ബോളിവാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിയാദ് ഫെസ്റ്റ് നടക്കുന്നൊരു പ്ലേസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ബോളിവാഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിയാദ് ഫെസ്റ്റൊക്കെ നടക്കുന്ന ഒരു സിറ്റിയാണിത്. അങ്ങനെ ഒരുപാട് നല്ല രസമാണ്. ഒരുപാട് ആക്ടിവിറ്റീസ്, പിള്ളേർക്ക് കളിക്കാനുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഗൈസ്, നമ്മുടെ ഫൈസലിയ ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടവറുണ്ട് ഇവിടെ. റിയാദ് കിണ്ടൺ ടവറിൻ്റെ കൂട്ട് തന്നെ. അത്രയും ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് അതിൻ്റെയൊക്കെ പകുതി വരെ എത്തുന്ന ഒരു ടവറാണ് ഫൈസൽ ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടവർ. ഇനി അങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പം സ്റ്റേ ട്യൂൺ. അങ്ങനെ ഞാൻ ബോളിവുഡ് സിറ്റിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ സ്റ്റേജിനകത്ത് ഇവരുടെ സൗദികളുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഡാൻസും അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. അത് നല്ല രസമാണ്. അങ്ങനെ ഞാൻ സമയം കളയാതെ പെട്ടെന്ന് അടുത്ത സിറ്റിയായ കിങ് ഫൈസൽ ടവറിലേക്ക് ഞാനിങ്ങനെ പോവുകയാണ്. അത് ഫൈസലിയ ടവർ എന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടാണിത്.
അങ്ങനെ ഗൈസ് നമ്മൾ ഫൈസിലെ ടവറിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിങ്ഡം ടവർ കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ ആണ്. നല്ല നൈറ്റിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് അറൗണ്ട് ഒരു 2000 വർഷത്തിലെ സൗദി അറേബ്യയിലെ ഏറ്റവും ലാർജ് ബിൽഡിംഗ് ആണിത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൗദിയിൽ 7th ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് ഈ കിങ് ഫൈസിലെ ടവർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. പിന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ഗ്ലോബുണ്ട്. ഗ്ലോബ് ഒരു സ്തൂപം അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ റെസ്റ്റോറൻ്റ് ആണ്, ഒരു കോഫി ഷോപ്പാണ്. അപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കാറ്റ് കൊണ്ടുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നതാണ്. പക്ഷേ നല്ല രസമുണ്ട് ഇങ്ങനെ കൂടെ കാറ്റടിക്കുന്നതും. പക്ഷേ ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ വെച്ചേക്കുന്ന എനിക്ക് നല്ല ബുള്ളറ്റ് പ്രൂഫ് ടൈപ്പ് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. കാരണം ഇത്രയും ഹൈറ്റ് വരുമ്പോഴത്തേക്കിന് ഈ കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നതല്ലേ. അപ്പം നല്ല രസമുണ്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് ആ ഒരു വ്യൂ. അങ്ങനെ ഞാൻ ഇനിയിപ്പം എൻ്റെ റൂമിലേക്ക് ഞാൻ പോവാണ്. കാരണം ഞാൻ നൈറ്റ് ചെക്ക് ഇൻ ചെയ്തിട്ട് മോർണിംഗ് ആണ് പിന്നെ കയറുന്നത്. മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മോർണിംഗ് ഒരു 4 AM ഒക്കെ ആകുമ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ലോണമൊക്കെ നേരം വെളുക്കും ഇവിടെ. അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ ഹോട്ടലിലോട്ട് പോകുന്ന വഴി ഇങ്ങനെ നിങ്ങളെ കാണിക്കുകയാണ്. ഇതാണ് മാരിയറ്റ് ഹോട്ടൽ എന്ന് പറയുന്നത് റിയാദിലെ. നമ്മുടെ നാട്ടിലുണ്ട്, കൊച്ചിയിൽ എല്ലായിടത്തും ഇൻ്റർനാഷണൽ ഹോട്ടലാണ്. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഗേറ്റിൽ അവർ നമ്മളെ ഇൻ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അവർ നോട്ട് ചെയ്തിട്ടേ അവർ വെളിയിലോട്ട് വിടത്തുള്ളൂ. അപ്പം സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. അങ്ങനെ പുള്ളി ഇറങ്ങി വന്ന് പുള്ളി നോട്ട് ചെയ്തിട്ട് അവരവരുടെ ജോലി ചെയ്യുന്നു. അങ്ങനെ എന്നാലും രാവിലെയൊക്കെ നമ്മുടെ നാട്ടിൽ പോകുന്നില്ല, രാവിലെയൊക്കെ ഇവിടെ ഭയങ്കര എല്ലാവരും നല്ല പഞ്ച്വാലിറ്റിയൊക്കെയാണ് ഡ്യൂട്ടിയിലെ കാര്യത്തിലെല്ലാം. അങ്ങനെ ഗൈസ് ഞാൻ അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പം അത്യാവശ്യം ഒരു നല്ലൊരു ലക്ഷറി ഹോട്ടലാണ് മാരിയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അകത്തേക്ക് കയറുമ്പം ഇത് 2 എൻട്രി ഉണ്ട്. അപ്പുറത്തെ സൈഡിലൊരു എൻട്രി ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇവിടെ പാർക്കിംഗ് ഫ്രണ്ടിൽ അലൗഡ് അല്ല. അപ്പം താഴെയാണ് എൻ്റെ പാർക്കിംഗ് വരുന്നത്, അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത് പാർക്കിങ്. അപ്പോൾ ഞാൻ പാർക്കിംഗ് ഇങ്ങനെ നോക്കി ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വന്നേക്കുന്നത് ഇവിടെയാണ്, പിന്നെ സൈഡിൽ 2 സൈഡിൽ ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഒരുവിധം എല്ലാ നല്ല ഹോട്ടലുകളും അകത്ത് ഇങ്ങനെയുള്ള ഈ നമ്മുടെ നാട്ടിൽ തെങ്ങ് വെക്കുന്നതിൻ്റെ കൂട്ടി ഈന്തപ്പന ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് നോക്കുക. അങ്ങനെ അകത്തേക്ക് കയറി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഹോട്ടലിലോട്ട് കയറി പോവാണ് ഗൈസ്. അപ്പം കാണാം.